ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂൺ 1 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ മേധാവി? ഉത്തരം ദിനേശ് കുമാർ ത്രിപാഠി. മലയാളി കൂടിയായ അഡ്മിറൽ ആർ ഹരികുമാർ വിരമിച്ച ഒഴിവിലാണ് ത്രിപാഠി ചുമതലയേറ്റത്. 2024 മികച്ച വാർത്താ ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത്? ഉത്തരം മുഹമ്മദ് സലേം. റോയിട്ടേഴ്സിന്റെ ഫോട്ടോഗ്രാഫറാണ്. ഗാസയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പലസ്തീൻ വനിതയുടെ ചിത്രത്തിനാണ് പുരസ്കാരം. ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ തകർന്ന തെക്കൻ ഗാസയിലെ നാസിർ ഹോസ്പിറ്റലിൽ നിന്ന് 2023 ഒക്ടോബറിൽ പകർത്തിയതാണ് ഇനാസ് അബു മാമർ എന്ന യുവതിയുടെ ചിത്രം. ഈജിപ്തിന്റെ പ്രസിഡന്റായി എത്രാം തവണയാണ് അബ്ദുൾ ഫത്താ അൽ സിസി അധികാരമേറ്റത്? ഉത്തരം 3-ാം തവണ. 2014 ആദ്യമായി പ്രസിഡന്റായത്. 2018 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2023 നടന്ന തിരഞ്ഞെടുപ്പിൽ 89.6% വോട്ടിനാണ് അൽ സിസി ജയിച്ചത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഉത്തരം രാമേശ്വരം. 2024 ശക്തമായ ഭൂചലനമുണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യം? ഉത്തരം തൈവാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേര്? ഉത്തരം ദേവിക. തൃശൂർ ചാവക്കാട് സ്വദേശി മുഫീദാണ് ദേവികയെ വികസിപ്പിച്ചത്. US നിർമ്മിതമായ ഡെവിൻ എന്ന AI മോഡലിന് ബദലാണ് ദേവിക. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വനിത? ഉത്തരം ഷെഫാലി ബി ശരൺ. PIBയുടെ മേധാവിയാകുന്ന 5-ാമത്തെ വനിതയാണ്. ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമായിരുന്നു ദോസ്തി 16? ഉത്തരം ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്. 1991 ഇന്ത്യയും മാലിദ്വീപും ചേർന്ന് ആരംഭിച്ച അഭ്യാസത്തിൽ പിന്നീട് ശ്രീലങ്കയെ ഉൾപ്പെടുത്തുകയായിരുന്നു. ലഹരി മരുന്നിന് അടിമകളായവർ മയക്കുമരുന്ന് ചേരുവയായ മനുഷ്യ അസ്ഥിക്കായി ശവക്കല്ലറുകൾ മാന്തുന്നത് വ്യാപകമായതോടെ ഏത് പശ്ചിമ ആഫ്രിക്കൻ രാജ്യത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം സിയേറാലിയോൺ. അസ്ഥി മോഷ്ടാക്കളെ നേരിടാൻ ശ്മശാനങ്ങൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2024 ഏപ്രിൽ 8 എഡിൻബർഗിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനായ പീറ്റർ ഹിഗ്സ് ഏത് നിലയിലാണ് പ്രസിദ്ധി നേടിയത്? ഉത്തരം ദൈവകണം എന്ന പുതിയ അടിസ്ഥാന കണികയുടെ സാധ്യത പ്രവചിച്ചതിന്. ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന ഹിഗ്സ് ബോസോൺ എന്ന ദൈവകണത്തെക്കുറിച്ചുള്ള കണ്ടെത്തലിന് 2013 ഹിഗ്സിന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ ലഭിച്ചിരുന്നു. 1964 ഒക്ടോബറിലാണ് ഹിഗ്സ് ബോസൺ കണികയുടെ സാധ്യത അദ്ദേഹം അവതരിപ്പിച്ചത്. ഈ കണികയ്ക്ക് ശാസ്ത്രലോകം അദ്ദേഹത്തിന്റെ പേരു തന്നെ നൽകി, ഹിഗ്സ് ബോസൺ. 1924 ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ് ബോസ് രൂപം നൽകിയ ബോസോൺ കണിക സിദ്ധാന്തമാണ് ഇതിന് ആധാരമായത്. ഇന്ത്യയിലെ ഏത് ജൈന ആത്മീയാചാര്യനാണ് US പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ് നേടിയത്? ഉത്തരം ലോകേഷ് മുനി. പൊതുനന്മയ്ക്കും മാനവികതയ്ക്കും നൽകുന്ന സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ ബഹുമതി. 2003 ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ആത്മീയാചാര്യനാണ് ലോകേഷ് മുനി. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധി? ഉത്തരം ജഗ്ജീത് പാവ്ദിയ. 5 വർഷം കാലാവധിയുള്ള സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും
ഈ വനിതാ പ്രതിനിധിക്കാണ്. റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി തടവ് ജീവിതത്തിനും മരണത്തിനും മുൻപ് രചിച്ച ഓർമ്മക്കുറിപ്പുകൾ ഒക്ടോബർ 22-ന് US-ൽ പുറത്തിറക്കും. പുസ്തകത്തിന്റെ പേര്? ഉത്തരം പേട്രിയറ്റ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനായിരുന്നു നവൽനി. 2024 ഫെബ്രുവരി 16-നാണ് ആർട്ടിക്കിലെ തടവറയിൽ മരിച്ചത്. 2024 ജൂലൈ 26-ന് ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനത്തു നിന്ന് പിന്മാറിയ കായിക താരം? ഉത്തരം മേരി കോം. ബോക്സിംഗ് താരവും മുൻ ലോക ചാമ്പ്യനുമാണ്. മാർച്ച് 21-നാണ് മേരി കോമിനെ ഷെഫ് ഡെ മിഷനായി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ നിയമിച്ചത്. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി? ഉത്തരം ഗോപി തോട്ടക്കുറ. ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ NS-25 ദൗത്യത്തിന്റെ ഭാഗമായി 2024 മെയ് 19-നായിരുന്നു ഗോപി അടക്കമുള്ള 6-അംഗ സംഘത്തിന്റെ യാത്ര. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ഗോപി. ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായ ലിൻഡി കാമറിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം ഈ പദവി വഹിക്കുന്ന ആദ്യ വനിത. ദേശീയ അഗ്നിരക്ഷാ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 14. സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 4. US, ചൈന, റഷ്യ എന്നിവയാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2023-ൽ ഇന്ത്യ 6.9 ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചത്. 2022-നേക്കാൾ 4.2% അധികമാണിത്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമെന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ കാല് കുത്തിയ ആദ്യ മനുഷ്യൻ? ഉത്തരം ക്രിസ് ബ്രൗൺ. പസഫിക് സമുദ്രത്തിൽ ഡൂസി ഐലൻഡ്, മോഡോന്യൂയി, മഹേർ ഐലൻഡ് എന്നീ 3 ദ്വീപുകളുടെ മധ്യത്തിൽ ഓരോന്നിൽ നിന്നും 1600 കിലോമീറ്ററിലധികം ദൂരത്തായാണ് പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് എഴുത്തുകാരനായ ജൂൾസ് വേണിന്റെ 20,000 ലീഗ്സ് അണ്ടർ ദ സീ എന്ന ശാസ്ത്ര നോവലിലെ പ്രധാന കഥാപാത്രമായ ക്യാപ്റ്റൻ നെമോയിൽ നിന്നാണ് മേഖലയ്ക്ക് ഈ പേര് ലഭിച്ചത്. താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡിട്ടത്? ഉത്തരം 2024 മാർച്ച്. വ്യാവസായിക യുഗത്തിനു മുൻപുള്ള 1850-ഉം 1900 കാലയളവിനെ ആസ്പദമാക്കിയാണ് താപനില വർധനയെ പരാമർശിക്കുന്നത്. അക്കാലത്തേക്കാൾ ശരാശരി 1.68 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു മാർച്ചിലെ താപനിലയെന്ന് യൂറോപ്യൻ കാലാവസ്ഥാ നിരീക്ഷണ സംഘടനയായ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് ആണ് കണ്ടെത്തിയത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.